ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമേ. ഇന്ന് കർക്കിടക സംക്രാന്തി അല്ലേ, അപ്പം സംക്രാന്തി സ്പെഷ്യലാണ്, വീട് വൃത്തിയാക്കലും പരിപാടികളൊക്കെയാണ്. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അടുക്കള ഉദ്യോഗത്തോടു കൂടി തുടങ്ങാം. കാരണം അടുക്കള ജോലികളൊക്കെ കഴിഞ്ഞിട്ട് വീട് ഒക്കെ റെഡിയാക്കാമല്ലോ, രാവിലത്തെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ വിറകടുപ്പായതുകൊണ്ട് ഫുള്ള് ചാരമായിരിക്കും കേട്ടോ, എന്നും അടുപ്പിന് ചുറ്റും. നമ്മൾ എത്രയൊക്കെ അടിച്ചാലും ചാരം ഉണ്ടാവും. അപ്പോൾ രാവിലെ തീ പിടിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ അടുപ്പിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കിയിട്ടോ. എന്നിട്ട് നമ്മൾ അടുപ്പിൽ ഇനിയിപ്പോൾ തീ പിടിപ്പിച്ചിട്ട് ചായ കുറച്ച് കഴിഞ്ഞ് ഇപ്പോഴേ ചായ ചൂടാക്കിയാൽ നമ്മൾ ചായ കുടിക്കാറാകുമ്പോഴത്തേനും അത് തണുത്ത് പോവും. അതുകൊണ്ട് അന്നേരം ചായ ചൂടാക്കുന്നുള്ളൂ. അപ്പോൾ രാവിലെ ഐശ്വര്യമായിട്ട് അടുപ്പിൽ തീയൊക്കെ കത്ത് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ കുറച്ച് അപ്പം ചുട്ടെടുക്കാം. അതിന് വേണ്ടി ഞാൻ നമ്മുടെ ദോശക്കല്ലൊക്കെ അടുപ്പത്ത് വെച്ചു. ഇന്നലെ അരച്ച് വെച്ച് അരിമാവ് നല്ലോണം പുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് ഇത്തിരി കട്ടിക്കാണ് ഇരിക്കുന്നത്. നമ്മളിനി കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്ന് ലൂസാക്കി എടുക്കുവേ. ഇതിങ്ങനെ മാറ്റി വയ്ക്കും കേട്ടോ, കുറച്ചെടുത്തിട്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ദിവസം അരി അരച്ച് കഴിയുമ്പോൾ പുളിപ്പിക്കാൻ വീണ്ടും ഈസ്റ്റ് വാരിയിടുണ്ടല്ലോ, ഇതങ്ങോട്ട് ഇട്ടാൽ മതി കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ ഒരു ചെറിയ ഡപ്പയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കുക. നമുക്ക് അതിനകത്തേക്ക് കുറച്ച് തേങ്ങ കൂടി ചിരണ്ടിയിടാം. തേങ്ങയൊക്കെ ചിരണ്ടിയെടുത്ത് മാവിലേക്ക് ഇട്ടു കേട്ടോ. തേങ്ങ അരക്കില്ല, ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചിരണ്ടി ഇടുകയുള്ളേ. അപ്പോൾ നമ്മുടെ ദോശക്കല്ലൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് മാവ് കോരി ഒഴിച്ച് അപ്പം ചുട്ടെടുക്കാവേ. തീയൊക്കെ നല്ലോണം കത്തുന്നുമുണ്ട്. ഇങ്ങനെ കോരി ഒഴിച്ച് നമുക്ക് ആവശ്യത്തിനുള്ള ചുട്ടെടുക്കാം. കാരണം കുറേ അധികം മാവ് അരച്ച് വെച്ചിട്ടുണ്ട്, 2 ദിവസത്തേനുള്ളത്. അപ്പം ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കും കേട്ടോ. അങ്ങനെതാ അപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇന്ന് എനിക്കൊരബദ്ധം പറ്റി. നമ്മൾ അപ്പത്തിന് മയം കിട്ടാൻ വേണ്ടി എന്നും ചോറരയ്ക്കും. ഞാൻ ഇന്നലെ ചോറരച്ചപ്പോൾ ചോറ് കുറച്ച് കുറഞ്ഞു പോയി. അതുകൊണ്ട് അപ്പം അങ്ങോട്ട് നല്ല സോഫ്റ്റ് ആയില്ല, ഇത്തിരി കട്ടിയൊക്കെ ആട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ രാവിലെ കലണ്ടറൊക്കെ നോക്കി. ഇന്ന് മിഥുനം 32 നാളെ കർക്കിടകം 1. അപ്പം ഇന്ന് കർക്കിടക സംക്രാന്തി അല്ലേ. അപ്പോൾ നമുക്ക് വീടൊക്കെ അടിച്ച് വൃത്തിയാക്കി നമ്മുടെ വീട്ടിൽ നിന്ന് എല്ലാ ദുഷ്ടശക്തികളെയൊക്കെ പുറത്താക്കണം. അങ്ങനെ ഞാൻ ഇനി അപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ചോറിനുള്ള വെള്ളം കൂടി അടുപ്പത്ത് വെച്ചു കേട്ടോ. നമുക്ക് അരി കൂടി കഴുകിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ചോറായിക്കോളും. കറി പിന്നെ നമ്മൾ ഇന്നലെ വൈകുന്നേരമായി കറി വെച്ചത്, മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുള്ളത് കൊണ്ട് വേറെ കറിയൊന്നും വെക്കുന്നില്ല, ചോറും കൂടി വെച്ചാൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ അരിയൊക്കെ എടുത്ത് കഴുകി വെള്ളം ചൂടായിരുന്നു, വെള്ളത്തിൽ അരിയൊക്കെ ഇട്ടു കേട്ടോ. ഇനി അതവിടെ ഇരുന്ന് സമയം പോലെ വെന്തോളും കേട്ടോ. നമ്മൾ ഈ സ്റ്റീലിൻ്റെ കലമായതുകൊണ്ട് പെട്ടെന്ന് ചൂടായിക്കോളും. പിന്നെ മുറ്റത്ത് ഫുള്ള് ഇലയൊക്കെ ചാടി കിടക്കുമായിരുന്നു. പിന്നെ ഞാൻ ഫുള്ള് മുറ്റമൊക്കെ ഫുള്ള് അടിച്ച് കിട്ടുക. കാരണം ഈ ചൂലും കൊണ്ട് അടിച്ചിട്ട് അങ്ങോട്ട് ഇലയങ്ങ് പോകുന്നില്ല. മുറ്റത്തൊക്കെ ഫുള്ള് റബ്ബറായതുകൊണ്ട് റബ്ബറിൻ്റെ ഇലയൊക്കെ പൊഴിഞ്ഞു തുടങ്ങിയിട്ടോ, മഴ പെയ്തായിരുന്നു. അപ്പോൾ റബ്ബർ ഇലയൊക്കെ പയ്യെ പൊഴിഞ്ഞിട്ട് എല്ലാം ഫുള്ള് മുറ്റത്താണ്. അങ്ങനെ ഞാൻ മുറ്റമൊക്കെ അടിച്ച് വൃത്തിയാക്കി കേട്ടോ. കണ്ടോ, മുറ്റത്തൊക്കെ വൃത്തിയാക്കി. കാരണം ആ പുല്ലൊക്കെ ഇനി നമ്മൾ മരുന്നടിച്ച് കളയുവേ. ഇനി നമുക്ക് മുഷിഞ്ഞ് കിടക്കുന്ന തുണികളൊക്കെ എടുത്ത് അലക്കാൻ വേണ്ടി സോപ്പ് വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാം കേട്ടോ. സോപ്പ് വെള്ളത്തിലിട്ടിട്ട് അലക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെളിയൊക്കെ പോയി കിട്ടും. അതുകൊണ്ട് ഞാൻ മുഷിഞ്ഞ് കിടന്ന തുണിയെല്ലാം എടുത്തിട്ട് സോപ്പ് വെള്ളത്തിൽ അങ്ങോട്ട് മുക്കി വയ്ക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ തുണിയെല്ലാം കൂടി സോപ്പ് വെള്ളത്തിലേക്ക് എടുത്ത് മുക്കി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാണെങ്കിൽ നമ്മൾ പൈപ്പിൽ വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുണിയൊക്കെ സോപ്പ് വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ അലക്കാം. അങ്ങനെ ഞാൻ അതവിടെ വെച്ചിട്ട് വേറെ കുറച്ച് പരിപാടിക്ക് പോയി. പരിപാടി എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മൾ രാവിലെ അപ്പം ചുട്ടത് കാപ്പി കുടിക്കാൻ വേണ്ടി പോയിട്ടോ. അപ്പം കഴിച്ചു, ചായ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് ഇനി നമുക്ക് തുണി അലക്കാൻ വേണ്ടി പോകാം. ഇപ്പോഴാ പൈപ്പിൽ നല്ലോണം വെള്ളമൊക്കെ ഉണ്ട്. നമുക്ക് കുറച്ച് വെള്ളം അകത്തോട്ടൊക്കെ പിടിച്ച് വെക്കാനുണ്ട്. അതൊക്കെ പിടിച്ച് വെച്ചിട്ട് തുണി അലക്കാവേ. അപ്പോൾ വെള്ളം നല്ല ശക്തിയിലുണ്ട്. നമ്മളിങ്ങനെ ഇത് പുറത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഡ്രമ്മിൽ കുളിക്കാനും ബാക്കി ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഈ ഡ്രമ്മിൽ പിടിച്ച് വെക്കും കേട്ടോ. ഡ്രമ്മ് നിറഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നിർത്തിയേക്കാം. പിന്നെ ചെറിയ സൂര്യൻ്റെ വെയിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാലാവസ്ഥയാണെന്ന് തോന്നുന്നു. കുറേ നാളായിട്ട് മലയെണ്ണാനൊന്നും വരുന്നില്ലാത്തതുകൊണ്ട് തേങ്ങയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനി മൂക്കാറാവുമ്പം എവിടെന്നേലും മലയെണ്ണാൻ വരും. ഇന്നലെ ഒരെണ്ണം പരിസരത്തോടെ വരുന്ന ഞാൻ കണ്ടിരുന്നു.
അതുകൊണ്ടോ റബ്ബറിൻ്റെ ഇലയൊക്കെ ഫുള്ള് പഴുത്തു തുടങ്ങി. ഇനി ഇത് ഫുള്ള് കൊഴിഞ്ഞാടിയാൽ നമുക്ക് അടിച്ചു വരാൻ പാടാട്ടോ. രാവിലെ നോക്കിയപ്പോൾ ഒരു പൂത്താങ്കിരി അവിടെ മരത്തിൽ വന്നിരുന്നിട്ട് തലകുത്തിയിരിക്കുന്നുണ്ട് കേട്ടോ. എന്താ പരിപാടി എന്നൊന്നും അറിയത്തില്ല. അപ്പം അടുത്ത വീട്ടിലെ ചേച്ചി എൻ്റെ ഇന്ന് വായിക്കാൻ വേണ്ടി പുസ്തകം മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് തിരിച്ചു തരാൻ വന്ന് കുറച്ച് നേരം അവിടെ വർത്തമാനം പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോഴാണ് ഈ പൂത്താങ്കിരിയും വന്നത്. നമ്മുടെ കറ്റാർ വാഴയൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മുറ്റത്ത് കുറേ പുല്ലുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അങ്ങോട്ട് പറിച്ചു, പുല്ലൊക്കെ പറിച്ചെടുത്തു കേട്ടോ. ഇതിലേക്ക് ഓരോ പുല്ലേ ഉള്ളൂ, പക്ഷെ എന്നാലും ഇത് ഒരുമാതിരി പുല്ലാട്ടോ. ഇത് അങ്ങ് പറിച്ച് കഴിഞ്ഞാൽ പോരില്ല, കന്നുകാലി കടിച്ച് പറിക്കുന്ന പോലെ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളേ. ഇത് ഞാൻ ഇന്നലെ പറിച്ചതാണ്. ഇന്നലെ വൈകിട്ട് മുറ്റടിച്ചപ്പം കുറച്ച് പുല്ലങ്ങോട്ട് പറിച്ചതാണേ. കുറച്ച് പുല്ല് ഇന്നലെ ഞാൻ പറിച്ചായിരുന്നു. മുറ്റത്തുനിന്ന് കുറേ പുല്ലൊക്കെ ഞാനിങ്ങനെ പറിച്ച് വൃത്തിയാക്കി എടുത്തായിരുന്നു കേട്ടോ. ഇത് ഈ വലുതൊക്കെ പോരുള്ളൂ, ചെറുതൊക്കെ ഇങ്ങനെ അവിടെ തന്നെ ഇരിക്കുവേ. എന്നാലും നമ്മളെക്കൊണ്ട് പറ്റുന്നത്രയൊക്കെ നമ്മൾ പറിച്ചെടുത്തു. അല്ലെങ്കിൽ മുറ്റത്തൊക്കെ ഇങ്ങനെ പുല്ല് പിടിച്ചിട്ട് കാടായി നിൽക്കും. ആ മഴ പെയ്ത് കഴിഞ്ഞപ്പം ഫുള്ള് പുല്ലായതാണ്. ഇതിന് മുന്നേ ഒരു തവണ നമ്മൾ പുല്ലൊക്കെ പറിച്ച് നല്ല വൃത്തിയാക്കിയതായിരുന്നു. അപ്പോൾ അതാ വീണ്ടും വന്നു. ഒരു കയ്യിൽ പിടിക്കാൻ കിട്ടാണ്ട് നമുക്ക് പുല്ല് പറിക്കാനും പറ്റിയല്ലോ. ഇന്നലെ പറിച്ചതായിരുന്നു. അങ്ങനെ ഞാൻ ആ തുണിയൊക്കെ അലക്കാനായിട്ട് ഇറങ്ങി കേട്ടോ. സോപ്പ് വെള്ളത്തിലിട്ടുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അലക്കിയെടുക്കാം. എന്നാലും ഞാൻ ചെറുതായിട്ടൊന്ന് സോപ്പും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. സോപ്പ് വെള്ളത്തിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ആ സോപ്പ് ഇട്ടിട്ടൊന്ന് അലക്കുമ്പോൾ എന്തോ ഒരു മനസ്സുഖമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ സോപ്പ് വെള്ളത്തിലിട്ട തുണിയൊക്കെ അലക്കി പെറുക്കി എടുക്കുകയാണ് കേട്ടോ. ഒരുപാടൊന്നുമില്ല, എന്നാലും അത്യാവശ്യം ഉണ്ട് കേട്ടോ. 2 ദിവസത്തെ തുണിയുണ്ട്. നമ്മൾ ഇന്നത്തെയും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേറെ നല്ല ഡ്രസ്സ് കുറച്ചൊക്കെ ഇട്ടുകൊണ്ട് പോയിട്ട് വെച്ചതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മുഷിഞ്ഞതല്ല ഇന്നെടുത്ത് അലക്കിയിട്ട് വന്നിപ്പോൾ നമ്മൾ 1 തീയതി ഇന്ന് വീട്ടിൽ മുഷിഞ്ഞതൊന്നും വെക്കണ്ട. അങ്ങനെ ഇന്ന് വെയിലുമുണ്ട്. ഞാൻ തുണികളൊക്കെ അലക്കി വെയിലത്ത് തന്നെ വിരിച്ചിട്ടു കേട്ടോ. നമുക്ക് അപ്പുറത്തഴേ കൊണ്ടുപോകണ്ട, ഇവിടെ തന്നെ ഇടാം, നല്ല വെയിലുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ തുണിയൊക്കെ അലക്കി വിരിച്ചിട്ടു. അത് കഴിഞ്ഞിട്ട് നമുക്കിനി അടിച്ചു വാരണം. തറയും വീടിനകം ഫുൾ അടിച്ച് വാരി വൃത്തിയാക്കണം കേട്ടോ. അതൊരു മെനക്കെട്ട പണിയാണ് ഇന്നെ. കാരണം ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ ഇങ്ങനെ അലക്കുലത്തായിട്ട് കിടക്കുകയാണ് കേട്ടോ. മേശയുടെ അവസ്ഥയാണിത്. ഇത് കുറേ തയ്ക്കാൻ വേണ്ടി കൊണ്ട് തന്നേക്കുന്ന തുണിയാണ്, സാരിയാണ് കേട്ടോ. ഇത് വെച്ചിട്ട് ഇനി ചുരിദാർ ടോപ്പ് തയ്ക്കാനുള്ളതാണ്. പിന്നെ ആവട്ടെ എന്ന് വിചാരിച്ച് വെച്ചേക്കുന്നതാണ്. നിലവിൽ എനിക്ക് സമയമില്ല. അപ്പോൾ ഞാനത് ഒരു കൂടിൻ്റെ കവറിൻ്റെ അകത്താക്കി കേട്ടോ. എന്നിട്ട് അതൊക്കെ അവിടെ അടുക്കി വെച്ചു. ഇതൊക്കെ തയ്ക്കാനുള്ള തുണികളാണ്. പിന്നെ നമ്മുടെ ബുക്ക്, പുസ്തകങ്ങൾ, കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് പെറുക്കി അടുക്കി ഒതുക്കി വയ്ക്കാം. എല്ലാം അലങ്കോലമായിട്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് ഒതുക്കി അവിടെയൊക്കെ തൂത്ത് ചാടിച്ചു കേട്ടോ. കാരണം അവിടെയൊക്കെ പൊടി പടലങ്ങളൊക്കെ, നമ്മൾ തേക്കാത്ത വീടായതുകൊണ്ട് എപ്പോഴും പൊടി ചാടുവേ. അങ്ങനെ ഞാൻ പുസ്തകങ്ങളും ബുക്കൊക്കെ അടുക്കി വെച്ചു കേട്ടോ. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് പഠിക്കാൻ എപ്പോഴാണ് സമയം കിട്ടണമെന്ന് അറിയത്തില്ല. ഇനിയുണ്ട് പഠിച്ച് തീർക്കാൻ കുറേ പോർഷനും കൂടെ കേട്ടോ. അടുത്ത മാസം എക്സാമും കൂടെയാണ്. അപ്പോൾ ഒരാവശ്യമില്ലാണ്ട് എടുത്ത് വെച്ചേക്കണം. സോപ്പ് മേടിച്ച കവറാണ്. അത് എന്തിനാണെന്നും കൂടി എനിക്കറിഞ്ഞൂടാ. ഇങ്ങനെ കവറും കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കട്ടോ. ഇത്രയോ സാധനങ്ങൾ നമ്മൾ അടുക്കി പെറുക്കിയിൽ ആവശ്യമില്ലാത്തായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് കുറേ ഈ മാറാലയൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ചൂലിന് അടിക്കാമെന്ന് വിചാരിച്ചേ. എന്നാൽ ഈർക്കിളി ചൂലിന് അടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ മാറാല ചാടി കഴിഞ്ഞാൽ സമയത്ത് നല്ല ചൊറിച്ചിലുമാണ്. അങ്ങനെ കലണ്ടറിൻ്റെ അടിയിലൊക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ ഇങ്ങനെ നമ്മൾ തൂത്ത് ചാടിക്കും. അപ്പോൾ മാറാലയെല്ലാം തൂത്ത് വൃത്തിയാക്കണം കേട്ടോ. ഇനി അതാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതാണ് എൻ്റെ പുസ്തകങ്ങളുടെ കളക്ഷൻ കേട്ടോ. 1-2 അപ്പുറത്തെ ചേച്ചി വായിക്കാൻ കൊണ്ടുപോയി. അങ്ങനെ നമ്മളിവിടെ എല്ലാം അടുക്കി തുണിയൊക്കെ ഇവിടെ ഒരു കവറിലാക്കി വെച്ചു. പിന്നെ നമ്മൾ മേശയൊക്കെ ബുക്കും പുസ്തകമൊക്കെ അടുക്കി വെച്ചു കേട്ടോ. ഇത് നമ്മുടെ കണക്ക് ബുക്ക്, കാര്യങ്ങൾ എഴുതുന്ന ബുക്കാണ്. നമ്മുടെ ബാക്കി സാധനങ്ങളൊക്കെ അവിടെ ട്രേയിലാക്കി ഒതുക്കി വെച്ചു. പേന എല്ലാം സെറ്റാക്കി വെച്ചു കേട്ടോ. ഇനി ഇതിവിടെ ഇങ്ങനെ ഇരിക്കല്ല, നമ്മളിനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സമയം കിട്ടുന്ന പോലെ നമ്മൾ ബാക്കി പഠിക്കും കേട്ടോ. പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പുറകുവശത്തെ മുറ്റത്ത് കുറേ പുല്ല്, നമ്മളിങ്ങനെ തറയോട് ചേർന്ന് നിറയെ പുല്ല് കേട്ടോ. അപ്പോൾ അതിങ്ങനെ പറിച്ചാലും പോരില്ല, നല്ല പാടാണ് പറിക്കാൻ. ഇങ്ങനെ കുറേശ്ശെ പോരൂളേ. അപ്പം ഞാനത് പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ അവിടെ പോയിരുന്ന് കിള്ളിപ്പറിച്ചൊക്കെ എടുത്തു കേട്ടോ. അത്യാവശ്യം ഒരു തെളിവാക്കിയിട്ട് കണ്ടോ, ആ പുല്ല് അവിടെ നിന്ന് നല്ല കാടായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ പറിച്ചതാ. ഇത്രയും പുല്ലുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിന് ആ താഴത്ത് നിൽക്കുന്ന പുല്ലിങ്ങനെ നമുക്ക് പറിച്ചാൽ കിട്ടില്ല. അതിൻ്റെ ഇല മാത്രം ഇങ്ങനെ ഞുറുങ്ങിപ്പോരും. അപ്പം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ പറിച്ചൊരു തെളിവാക്കിയിട്ടു. ഇനി ആ പുല്ല് അവിടെ കിടന്ന് വാടട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ അകത്ത് വന്നിട്ട് നമുക്ക് ഇനി തുടയ്ക്കാനൊക്കെ ഉണ്ട്.
അപ്പോൾ അതാ നമ്മൾ ആദ്യം തന്നെ അടുക്കള വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അടുക്കളയിൽ നമ്മുടെ അടുപ്പിൻ്റെ തറയും അടുപ്പും പാതകവും ഒക്കെ നല്ലോണം തുടച്ച് എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫുള്ള് ഇതാ ഇവിടെ പിന്നെ ചാരം അത് തുടച്ചാലും പോകത്തില്ല, എന്നാലും അത്യാവശ്യമൊക്കെ നമ്മൾ തുടച്ച് വൃത്തിയാക്കിയേ. തറ നല്ല മിനുസമുള്ളതൊന്നും അല്ലാത്തതുകൊണ്ടേ നമുക്ക് തുടയ്ക്കാൻ പറ്റില്ല, കുണ്ടും കുഴിയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ഇറയത്ത് വന്നു കേട്ടോ. ഇറയം തുടച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചേ. നമ്മൾ ഈ ഇറയം ഫുൾ സിമെൻറ്റ് ഇട്ടിട്ട് മറ്റേ ഇത് ഒട്ടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ ഷീറ്റ് ഒട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടേ. അപ്പോൾ അതാ ഇനിയിപ്പോൾ തറ തുടയ്ക്കും. എൻ്റെ തറ തുടയ്ക്കുന്ന മോപ്പെന്നൊന്നും പറയാൻ പറ്റില്ല, സ്വന്തമായിട്ട് ഉണ്ടാക്കിയതായിരുന്നു. കോലിൽ നമ്മൾ പഴയ ഒരു തുണി വെച്ച് കെട്ടിയത്, അത് ഒടിഞ്ഞു പോയി കേട്ടോ. പിന്നെ അത് ഇനി വെച്ച് കെട്ടാനൊന്നും നേരമില്ലാത്തതുകൊണ്ട് ഞാൻ എന്താ ബക്കറ്റിൽ തന്നെ നമ്മുടെ ജനലൊക്കെ ആ കൂടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തേക്കാം. ജനലൊക്കെ തുടച്ചിട്ട് കുറേ നാളായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ജനലൊക്കെ തുടച്ച് വൃത്തിയാക്കി. ജനലിലൊക്കെ പൊടിയുണ്ടായിരുന്നു കേട്ടോ, പ്രത്യേകിച്ച് റോഡ് സൈഡായതുകൊണ്ട് പുറത്തെ ജനലായതുകൊണ്ടും നല്ല പൊടിയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തുടച്ചു. പിന്നെ ആ തറയൊക്കെ തുടച്ചു കേട്ടോ. എന്തായാലും എനിക്ക് കോലും കൊണ്ടൊക്കെ തുടയ്ക്കുന്നതിനേക്കാളും സുഖം ഇതുപോലെ ഇങ്ങനെ ഇരുന്നിട്ട് തറയിലിരുന്ന് നിരങ്ങി തുടയ്ക്കുന്നതാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൈ കൊണ്ട് തുടയ്ക്കുമ്പോൾ നല്ലൊരു ഇതാവുകയും ചെയ്യും, ചെളിയൊക്കെ പെട്ടെന്ന് നല്ല വൃത്തിയായി കിട്ടുകയും ചെയ്യും കേട്ടോ. തുടച്ച് കഴിഞ്ഞിട്ട് എന്ത് വെച്ചു, നമ്മളെ ക്ലീനിങ് പരിപാടി കഴിഞ്ഞു. പിന്നെ നമുക്ക് കുറച്ച് നമ്മുടെ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ കുറച്ച് മുൾട്ടാണി മിട്ടിയും റോസ് വാട്ടറൊക്കെ എടുത്തിട്ട് ഞാൻ മുഖത്തൊരു ഫേസ് പാക്ക് ഇട്ടു കേട്ടോ. വല്ലപ്പോഴൊക്കെ ഞാനിങ്ങനെ ഇടാറുണ്ട്. അങ്ങനെ ഫേസ് പാക്കൊക്കെ ഞാൻ ഇട്ടുകൊണ്ടിരുന്നപ്പോഴാണ് പഞ്ചായത്തിൽ നിന്ന് റോഡിൻ്റെ അരിക് ക്ലീൻ ചെയ്യാൻ വേണ്ടി ചേട്ടന്മാരൊക്കെ വന്ന് അവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നു കേട്ടോ. കുളിച്ചിട്ട് വന്ന കൂടെ തന്നെ നമ്മുടെ നിലവിളക്കൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ടും വന്നിട്ടുണ്ടേ. ഇത് കഴിഞ്ഞ് നമുക്ക് ടൗണിലൊന്ന് പോകണം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ.